നമസ്കാരം ഫ്രണ്ട്സ്, ഞാൻ നിങ്ങളുടെ സനിൽ പെരുന്തോട്ടത്ത്. ഇന്ന് രത്നവീർ പ്രസിഷൻ എഞ്ചിനീയറിംഗ് ലിമിറ്റഡ് എന്നൊരു കമ്പനിയുടെ IPO വിശേഷമാണ് നമ്മൾ പങ്കുവയ്ക്കുന്നത്. ഇത് ഗുജറാത്ത് ബേസ്ഡ് ആയിട്ടുള്ള സ്റ്റെയിൻലെസ് സ്റ്റീൽ പ്രോഡക്റ്റ് മേക്കർ ആയിട്ടുള്ള ഒരു കമ്പനിയുടെ കാര്യമാണ്. സെപ്റ്റംബർ 4-ാം തീയതി ഇഷ്യൂ ഓപ്പൺ ആയിരിക്കും, 6-ാം തീയതി വരെ ഓപ്പൺ ആണ്. ഇത് 165 കോടി രൂപയാണ് ഇവർ മാർക്കറ്റിൽ നിന്ന് റേസ് ചെയ്യുന്നത്. അതിൽ 135.24 കോടി രൂപയ്ക്കുള്ളതാണ് ഫ്രഷ് ഓഹരികൾ, ബാക്കിയുള്ളത് ഓഫർ ഫോർ സെയിലാണ്. അപ്പോൾ ഈ കമ്പനിയുടെ ഇഷ്യൂ വിശേഷങ്ങളിലേക്ക് നമുക്കൊന്ന് കിടക്കാം. രത്നവീർ പ്രസിഷൻ എഞ്ചിനീയറിംഗ് ലിമിറ്റഡ് ഈ കമ്പനി ഗുജറാത്തിലെ വഡോദരയിൽ 2002 രൂപം കൊണ്ടിട്ടുള്ള ഒരു കമ്പനിയാണ്. ഇവർ മാനുഫാക്ചർ ചെയ്യുന്നത് സ്റ്റെയിൻലെസ് സ്റ്റീലിൻ്റെ ഫിനിഷ്ഡ് ഷീറ്റ്സ്, പിന്നെ വാഷേഴ്സ്, സോളാർ റൂഫിംഗ് ഹൂക്സ്, പൈപ്പ്, ട്യൂബ്സ്, ഇതെല്ലാം സാധാരണ നിലയിൽ ഉപയോഗിക്കുന്ന ഇൻഡസ്ട്രീസ് ഏതാണെന്ന് വെച്ചാൽ സ്റ്റീൽ ബേസ്ഡ് പ്രോഡക്ട്സ്, ഓട്ടോമോട്ടീവിന് വേണ്ടിയിട്ടുള്ളത്, പിന്നെ സോളാർ പവർ, വിൻഡ് എനർജി, പവർ പ്ലാന്റ്സ്, ഓയിൽ ആൻഡ് ഗ്യാസ്, പിന്നെ ഫാർമസ്യൂട്ടിക്കൽ, സാനിറ്ററി, പ്ലംബിങ്, ഇൻസ്ട്രുമെൻറ്റേഷൻ, ബിൽഡിംഗ് കൺസ്ട്രക്ഷൻ, ഇലക്ട്രിക്കൽ അപ്ലയൻസസ്, ഇങ്ങനെ നിരവധി മേഖലകളിൽ ഉപയോഗിക്കപ്പെടുന്ന ഒരു കാര്യമാണല്ലോ സ്റ്റീലിൻ്റെ ഫിനിഷ്ഡ് ആയിട്ടുള്ള ഷീറ്റുകൾ. ഇപ്പോൾ കമ്പനിക്ക് പ്രധാനമായിട്ടും 4 മാനുഫാക്ചറിങ് യൂണിറ്റുകളാണുള്ളത്. എല്ലാം തന്നെ ഗുജറാത്തിൽ തന്നെയാണ്. ആദ്യത്തെ 2 സാവലിയിലാണ്, വഡോദരയ്ക്ക് അടുത്ത് തന്നെ. അത് മറ്റൊരെണ്ണം വഗോഡിയ എന്ന് പറയുന്ന സ്ഥലത്ത്, അതും വഡോദരയ്ക്ക് അടുത്താണ്. പിന്നെ വാത്വ എന്ന് പറയുന്ന സ്ഥലത്ത്, അത് അഹമ്മദാബാദിനടുത്ത്. ഇപ്പോൾ ഇത്രയും 4 യൂണിറ്റുകളാണ് കമ്പനിക്ക് ഉള്ളത്. അത് കൂടാതെ സാവലിയിൽ തന്നെ മറ്റൊരു യൂണിറ്റ് തുടങ്ങാൻ വേണ്ടിയിട്ടുള്ള സ്ഥലവും മറ്റു കാര്യങ്ങളെല്ലാം അവർ ഒരുക്കിക്കൊണ്ടിരിക്കുന്നു. അപ്പോൾ 5 യൂണിറ്റ് ആവും ഭാവിയിൽ. കമ്പനിയുടെ പ്രൊമോട്ടർ വിജയ് രമൻലാൽ സാംഘ്വി എന്ന് പറയുന്ന ആളാണ്. അദ്ദേഹത്തിൻ്റെ ചിത്രമാണ് കൊടുത്തിരിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ കൈവശം ഇഷ്യൂവിന് മുമ്പ് 86.3% ഓഹരികൾ ഉണ്ട്. അപ്പോൾ അതിൽ നിന്ന് കുറച്ച് ഓഹരികൾ, അതായത് ഏകദേശം 29.79 കോടി രൂപയ്ക്കുള്ള ഓഹരികൾ അദ്ദേഹം ഓഫർ ഫോർ സെയിലായിട്ട് ഈ അവസരത്തിൽ വിറ്റഴിക്കുന്നുണ്ട്. അതായത് ഇപ്പോൾ ഇഷ്യൂ വരുന്ന സമയത്ത് തുടക്കത്തിൽ മുടക്കിയതിൽ ചെറിയൊരു പങ്ക് അദ്ദേഹം തിരിച്ച് എടുക്കാനായിട്ട് ആഗ്രഹിക്കുന്നു എന്നർത്ഥം. അപ്പോൾ ഈ 86.3% എന്നുള്ളത് ഇഷ്യൂ കഴിയുമ്പോൾ 55.48% മാറുന്നുണ്ട്. അപ്പോൾ ഈ ഇഷ്യൂ നടത്തുന്നത് എന്തിനാണെന്ന് ചോദിക്കുകയാണെങ്കിൽ ഇത് അവരുടെ വർക്കിംഗ് ക്യാപിറ്റൽ ആവശ്യങ്ങൾക്ക്, അതായത് പ്രവർത്തന മൂലധനത്തിനും പിന്നെ കമ്പനിയുടെ മറ്റ് ചെലവുകൾക്കും വേണ്ടി തന്നെയാണ്. ഇനി കമ്പനിയുടെ ഫിനാൻഷ്യൽ സൈഡ് പരിശോധിക്കുകയാണെങ്കിൽ 2021 359.66 കോടി രൂപയാണ് കമ്പനിയുടെ റവന്യൂ വന്നിരിക്കുന്നത്. അത് എക്സ്പാൻഷൻ പ്ലാൻസ് ഒക്കെ വളരെ സജീവമായിട്ടുള്ളതിനാൽ എക്സ്പെൻസസും അതുപോലെ തന്നെ കൂടുതൽ 354 കോടിക്കുള്ളത് കാണുന്നുണ്ട്. നെറ്റ് ഇൻകം 5.46 കോടി രൂപയ്ക്കുള്ളതാണ് 2021. റവന്യൂ 2022 426.94 കോടി രൂപയാണ്. ആ വർഷം നെറ്റ് ഇൻകം 9.48 ആണെങ്കിൽ അടുത്ത വർഷം 2020 ഏറ്റവും പുതിയ കണക്ക് പ്രകാരം 479.75 കോടി രൂപയാണ് അവരുടെ റവന്യൂ. 25.04 കോടി രൂപയാണ് ആ വർഷം നെറ്റ് ഇൻകം കാണുന്നത്. അതുപോലെ തന്നെ മാർജിൻ പെർസെൻറ്റേജും ക്രമമായിട്ട് വർദ്ധിച്ചു വരുന്നുണ്ട്. അപ്പോൾ കമ്പനിയുടെ ഫിനാൻഷ്യൽ സൈഡ് നോക്കുമ്പോഴത്തേക്കും മികച്ച ഒരു പ്രവർത്തനമാണ് കമ്പനി കാഴ്ചവെച്ചുകൊണ്ടിരിക്കുന്നത്. നല്ല എക്സ്പാൻഷൻ പ്ലാൻസും കമ്പനിക്ക് ഉള്ളതായിട്ട് അവരുടെ പ്രോസ്പെക്ടസിൽ പറയുന്നുണ്ട്. ഇനി രത്നവീർ പ്രസിഷൻസിൻ്റെ വാല്യുവേഷൻസ് നോക്കുകയാണെങ്കിൽ റിട്ടേൺ ഓൺ നെറ്റ്വർത്ത് 29.12% ആണ്. അതുപോലെ NAV ആണെങ്കിൽ 30.74 പെർ ഷെയർ എന്ന് കാണിക്കുന്നുണ്ട്. പിന്നെ നമുക്ക് ഇതിൻ്റെ ബേസിക് ആയിട്ടുള്ള EPS നോക്കുകയാണെങ്കിൽ 7.26 എന്നാണ് കാണിക്കുന്നത്. പിയർ കമ്പനികളുടെ കമ്പാരിസൺ നോക്കാം. Forgings ലിമിറ്റഡ് 52.02 ആണ് ബേസിക് EPS. മേനോൻ ബെയറിങ്സ് ആണെങ്കിൽ 5.84 എന്നാണ് അത് കാണിക്കുന്നത്. പിന്നെ ഉള്ളത് വീനസ് പൈപ്സ് ആൻഡ് ട്യൂബ്സ് ആണ് ഇതിൻ്റെ പിയർ കമ്പനി. അപ്പോൾ 22.6 എന്നാണ് അതിൻ്റെ ബേസിക് ആയിട്ടുള്ള EPS കാണുന്നത്. ഈ കമ്പനികളൊന്നും ആപ്പിൾ ടു ആപ്പിൾ നേരത്തെ പറയാറുള്ള പോലെ തന്നെ കമ്പാരിസൺ പറ്റുന്ന കമ്പനികളല്ല. എങ്കിൽ പോലും പിയർ കമ്പനികളുടെ ലിസ്റ്റിൽ ഈ കമ്പനികളെയാണ് കൊടുത്തിരിക്കുന്നത്. ഇതിൻ്റെ രജിസ്ട്രാർ നോക്കുകയാണെങ്കിൽ ലിങ്കിൻ ടൈം ഇന്ത്യയാണ്. പിന്നെ ലീഡ് മാനേജർ യൂണിസ്റ്റോൺ ക്യാപിറ്റലും.
ഇനി നമുക്ക് രത്നവീർ പ്രിസിഷൻ എഞ്ചിനീയറിംഗ് ലിമിറ്റഡ് എന്ന ഈ കമ്പനിയുടെ IPO ഡീറ്റെയിൽസ് ഒറ്റനോട്ടത്തിൽ ഒന്ന് പരിശോധിക്കാം. ഇഷ്യൂ ഓപ്പൺ ആയിരിക്കുന്നത് സെപ്റ്റംബർ 4 മുതൽ 6 വരെയാണ്. അത് അതിൻ്റെ പ്രൈസ് ബാൻഡ് എന്ന് പറഞ്ഞാൽ 93 രൂപ മുതൽ 98 രൂപ വരെയാണ്. ഫ്രഷ് ഓഹരികൾ 135.24 കോടി രൂപയ്ക്കുള്ളതും ഓഫർ ഫോർ സെയിൽ 29.79 കോടി രൂപയ്ക്കുള്ളൂ. അപ്പോൾ ടോട്ടൽ വരുമ്പോൾ IPO സൈസ് എന്ന് പറയുമ്പോൾ 165.03 crores ആണ്. ഇത് 150 ഓഹരിയാണ് ഒരു ലോട്ടായിട്ട് വരിക. ഒരു ലോട്ടിന് 150 ഓഹരികളാണ് റീറ്റെയിലേഴ്സിന്. അങ്ങനെ 13 ലോട്ട് വരെ ഒരു റീറ്റെയിലർക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. 50% ഓഹരികൾ ഇൻസ്റ്റിറ്റ്യൂഷൻസിനും 35% ഓഹരികൾ റീറ്റെയിലേഴ്സിനുമാണ്. ബാക്കി 15%മാണ് HNIസിന് കമ്പനി ഓഫർ ചെയ്യുന്നത്. 10 രൂപയാണ് ഇതിൻ്റെ ഫേസ് വാല്യൂ എന്ന് പറഞ്ഞാൽ. NSEയിലും BSEയിലും ലിസ്റ്റ് ചെയ്യുന്ന ഒരു കമ്പനിയാണ്. ഇനി ഇതിൻ്റെ ഡേറ്റുകൾ നമുക്കൊന്ന് പരിശോധിക്കാം. അലോട്ട്മെൻറ്റ് വരുന്നത് സെപ്റ്റംബർ 11 ഇത് കിട്ടാത്തവർക്ക് റീഫണ്ട് വരുന്നത് 12 പിന്നെ ഡിമാറ്റ് അക്കൗണ്ടിലേക്ക് ക്രെഡിറ്റ് വരുന്നത് 13 ലിസ്റ്റിംഗ് ആണ് സെപ്റ്റംബർ 14. ഇനി ഇത് വാങ്ങണോ വേണ്ടയോ എന്ന് നോക്കുന്നവരോട് പറയാനുള്ളത്, ഇതിൻ്റെ ഫിനാൻഷ്യൽ കണക്കുകൾ പരിശോധിക്കുമ്പോൾ ലാഭത്തിൽ പോയിക്കൊണ്ടിരിക്കുന്ന കമ്പനിയാണെന്ന് മാത്രമല്ല, ഈ ഏറ്റവും പുതിയ വർഷത്തിൽ നല്ല ലാഭത്തിലേക്ക് കമ്പനി വന്നിട്ടുണ്ട്. അവർ പുതിയ ഒരു പ്ലാന്റ് കൂടി തുടങ്ങുന്നുണ്ട്. അപ്പോൾ 5 പ്ലാന്റുകളാണ് കമ്പനിക്കുള്ളത്. സ്റ്റെയിൻലെസ് സ്റ്റീൽ പ്രോഡക്റ്റുകളുടെ നിർമ്മാണത്തിൽ ഗുജറാത്തിലെ ഏറ്റവും മികച്ച രീതിയിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കമ്പനി കൂടിയാണ് ഇത്. അതുകൊണ്ട് തന്നെ ഇത് മീഡിയം ലോങ് ടേം ബേസിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഇൻവെസ്റ്റേഴ്സിന് ഇത് ധൈര്യമായിട്ട് ഇൻവെസ്റ്റ് ചെയ്യാവുന്നതാണ്. ലിസ്റ്റിംഗ് ഗെയിൻ ഒരു ചെറിയ രീതിയിലുള്ള ലിസ്റ്റിംഗ്, കാരണം ഫുള്ളി പ്രൈസ്ഡ് ആണ്, ചെറിയ ഒരു ലിസ്റ്റിംഗ് ഗെയിനും കിട്ടാൻ സാധ്യത കാണുന്നുണ്ട്. രത്നവീർ പ്രിസിഷൻ എഞ്ചിനീയറിംഗ് ലിമിറ്റഡ് എന്ന കമ്പനിയുടെ IPO വിശേഷമാണ് നമ്മൾ ഇതുവരെ ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്നത്. ഇഷ്ടപ്പെട്ട് കാണുമെന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാൻ മടിക്കരുത്, കമൻറ്റുകൾ ഇടാൻ മടിക്കരുത്. പിന്നെ വീഡിയോയെ എല്ലാ രീതിയിലും നിങ്ങൾ സപ്പോർട്ട് ചെയ്യണം. നമുക്ക് മറ്റൊരു IPO വിശേഷമായിട്ട് വീണ്ടും കാണാം. അതുവരെ നന്ദി, നമസ്കാരം, ബൈ.